ഹായ് ഫ്രണ്ട്സ്, 19 സ്വൈബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, നമ്മളപ്പോൾ ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാൻ നോക്കിയിട്ടുണ്ട്. എടാ, ലാലേട്ടൻ്റെ ചിക്കനാടാ, സ്പെഷ്യൽ ചിക്കൻ. അപ്പോൾ ഓക്കെ. ആദ്യമായിട്ട് ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങൾ, പിന്നെ ഗരം മസാലൻ്റെ കൂട്ട്, ചെറിയ ഉള്ളി, ഉണക്കമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഈ റെസിപ്പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് തേങ്ങ, അതും ചുട്ട തേങ്ങ. ഈ തേങ്ങ നമുക്ക് ചുട്ടെടുക്കണം. പിന്നെ ഈ മസാലകളെല്ലാം ഇടിച്ച് ചേർക്കണം. ഇടി ലാലേട്ടനൊരു പ്രത്യേകതയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഞങ്ങൾ സെറ്റാക്കി. കുക്കിംഗ് അകത്താണ്. ഇനി അകത്തേക്ക് പോകും. ആമി ഇങ്ങനെ ചൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇറച്ചിൻ്റെ മണം കിട്ടിയിട്ടാണ്. ആമി 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 ഒരു മൈൻഡില്ലല്ലോ. ആമി ബിബിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കണ്ട. കൊണ്ട് പോയിക്കോളാം അവനൊക്കെ. അങ്ങനെ ചതക്കാൻ പറ്റുന്ന ചുട്ട തേങ്ങ. ചുട്ട തേങ്ങ നല്ല മണം. വെറുതെ അല്ല, ഈ ഗണപതി ഹോമത്തിൻ്റെ മണം. അത് പൊളിക്കും. നല്ല ഇടിയാണല്ലോ ബിബിയെ. എണ്ണ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ലേശം കടുക് പൊട്ടിക്കുക.
കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇടാം. അതോടൊപ്പം നമ്മളെ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇടാം. നന്നായിട്ട് ഇളക്കണം. ഇതിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ വേറെ മസാലകളൊന്നുമില്ല. കാര്യമായിട്ട് പച്ച മസാലകളേ ഉള്ളൂ. പിന്നെ ലേശം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം നാച്ചുറൽ മസാലയാണ്. നല്ല ഇടിച്ച് ചതച്ച് ഉപയോഗപ്പെടുത്തിയ മസാലയാണുള്ളത്. അത് കുറച്ച് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിടാം. ആവശ്യത്തിന് ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും അതുപോലെ പച്ചമുളക് ചേർക്കാം. ഇത് അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ്, അമ്മിയിലിട്ട് വെച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി കൂടി വെളിച്ചെണ്ണ വേണമെന്ന് തോന്നുന്നു. കാരണം ഇതിൽ വെള്ളം വളരെ കുറവല്ല. കുറച്ചും കൂടി വെളിച്ചെണ്ണ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് ചിക്കനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കന് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ മസാല എല്ലായിടത്തും വരുന്ന രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ലേശം ഗരം മസാലപ്പൊടി ഇട്ടുണ്ട്. ചിക്കനിൽ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം ഇട്ടത്. കുറച്ചിട്ടാൽ മതി. അതുപോലെ പൊടിച്ച് വെച്ച പെരുംജീരകത്തിൻ്റെ പൊടി ലേശം ഇട്ട് കൊടുക്കുക. പെരുംജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല ഒന്നും കൂടാൻ പാടില്ല. ഏകദേശം ലാലേട്ടൻ്റെ വീഡിയോയിൽ കണ്ട ആ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് ചതച്ച് വെച്ച തേങ്ങ കൂടി ഇതിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇതിലൊരു പൊടി വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞത്. ഇനി അടി പിടിക്കുകയാണെങ്കിൽ ലേശം വെള്ളം ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നമുക്ക് നേരത്തെ ഉള്ളിക്കുള്ള ഉപ്പിട്ടത് നമുക്ക് ഇച്ചിരിയും കൂടി ഉപ്പിടാം. ചിക്കനിൽ ലേശം ഉപ്പ് വേണ്ട. ലേശം ഉപ്പും ലേശം കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. എരും പുളി ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് നേരം അടഞ്ഞു കിടന്ന് വേവട്ടെ. അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ.
കുറച്ച് നേരം കൂടി അടിച്ചു വെക്കാം, ഒന്നുകൂടി ഒന്ന് വേവട്ടെ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പോരാത്തിന് ആവശ്യത്തിന് വെള്ളവും വന്നിട്ടുണ്ട്, ഒരു വെറ്റായിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അതിനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സെർവ് ചെയ്യുക, കഴിച്ചു നോക്കാം. അടുത്തുനിന്ന് വീഡിയോ എടുത്തത് അല്ല, ഫുള്ള് സെർവ് ചെയ്തോ. എന്തെങ്കിലും കുറച്ചും കൊണ്ട് കഴിച്ചു നോക്കാം. ഞാനല്ല, ആദ്യം നീയാണ് കഴിക്കുന്നത്. ആണോ? ഇത് കഴിച്ചു നോക്കേ. മസാല കൊട്ടി പിടിക്കും. വെറൈറ്റി സാധനമല്ല, എന്നും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയല്ല, ഇതൊരു വെറൈറ്റി. ലാലേട്ടൻ ചിക്കൻ. നമുക്ക് സാധനം പണി വാളിയിട്ടില്ല, ഉഷാറായിരുന്നു. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയതിനൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. എന്നാലും ട്രൈ ചെയ്ത് നോക്കി, മാക്സിമം കിട്ടിക്കോളും അല്ല ഇല്ല. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. കഴിച്ചു നോക്കി. ആ മസാല ഒന്ന് കൂട്ടി കഴിച്ചു നോക്കി. നോക്കിട്ട് പറഞ്ഞുതരാം. മസാല അല്ല, ടേസ്റ്റ് ഉണ്ടോ? നല്ല പൊടിയാ. എന്ത് ഫ്ലേവറാ വരണേ? എന്നാലോ അറിയത്തില്ല, അത് മതി. നല്ല പൊടിയാ.